ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല ഓട്ടട ഉണ്ടല്ലോ, ഓട്ടടൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓട്ടട എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഓട്ടട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല വെളുത്ത അരി ഉണ്ടല്ലോ, നമ്മളെ അപ്പത്തിനൊക്കെ അരക്കണ അരി, ആ അരിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തലേന്ന് തന്നെ ഇത് രാവിലെ ചായക്ക് കടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഇപ്പോൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിക്ക് ചോറുണ്ടല്ലോ, നമ്മൾ സാധാ ചോറ് വെക്കണ ആ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടണം ഇതിക്ക്. അപ്പോൾ ഇതെല്ലാതും എടുത്തുകൊണ്ട് ഞാനിതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ മിക്സിയുടെ ജാർക്ക് അരി കഴുകി നല്ലോണം കഴുകി എടുത്ത് വെച്ച അരി ഉണ്ടല്ലോ, നമ്മളെ പച്ചരി, ആ പച്ചരി എടുത്തുകൊണ്ട് നമ്മളെ ജാർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാം ഓരോന്ന് നമ്മൾ കുറച്ചാണ് അരച്ചത്, രണ്ട് ഇതായിക്കാണ്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം അരി ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ കണക്കായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പിടി ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങ നമ്മൾ 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അത് ഒന്നായിട്ട് കുറച്ച് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ ഒരു പാകത്തിനായിട്ട് നിൽക്കുന്ന കുറച്ച് വെള്ളം, അധികം വെള്ളം ആവരുത്. അപ്പോൾ വെള്ളം കുറച്ച് പോരുക. അത് ഉണ്ടോ, അരി നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ലൂസാവും ചെയ്യരുത്, പറ്റ ടൈറ്റ് ആവും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ ദോശ അരച്ചെടുക്കല, ദോശ ഓട്ടടക്ക് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാൻ ഓട്ടടക്കുള്ള രണ്ട് പ്രാവശ്യം അരച്ച് ഫുള്ള് അരിയൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ചോറും ഇതൊക്കെ കൂട്ടി അരച്ച് നല്ലൊരു വലിയ വെള്ളമാക്കാതെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് പറയുന്നത്. ഈ നല്ല തിളച്ച് നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിങ്ങോട്ട് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ചുകൊണ്ട് ഇതാവും കേട്ടോ. ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കണോട് കൂടിയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം. അപ്പോഴേ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ മാവുണ്ടല്ലോ, ഓട്ടട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് നിൽക്കണ വെള്ളം ഒഴിച്ചാലാണ് നമ്മൾ മാവ് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ഈ അരച്ചോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വരുന്നില്ല കേട്ടോ ഇതിന്. നമ്മൾ നല്ല ചട്ടി ഉണ്ടല്ലോ, മണ്ണിൻ്റെ ഓട്ടട ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നല്ല നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ ഇതിലേക്ക് മാവിലോട്ട് പാർന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കിയെടുത്തിട്ട് നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഓട്ടടൻ്റെ മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതായത് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടാവണം കേട്ടോ. അത് ചൂടാവാതെ ഒഴിച്ച് കൊടുത്താൽ നല്ല ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ഇതിൽ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പൊങ്ങലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും കിട്ടൂല കേട്ടോ. പൊങ്ങി വരുമൊന്നും ഉണ്ടാവില്ല, അവിടെ ഒട്ടിപ്പിടിച്ചുകാണ്ട് ഇങ്ങോട്ട് ഒരു ഇതായിക്കാണ്ട് കിടക്കും കേട്ടോ, ചൂടാവാതെ പാർന്നാൽ. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം നല്ല ചൂട് വന്ന് ആവി വരുന്ന കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കയ്യിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതുതന്നെ നമുക്ക് മതി. ചെറിയ കയ്യിലൊക്കെ ആണെങ്കിൽ 2-2.5 കയ്യിലൊക്കെ ഒഴിച്ചേണ്ടി വരും. അത് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊരു ബബിൾസ് ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ, നല്ല ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ബബിൾസ് ഇങ്ങനെ വരുമ്പോഴാണിത് അടച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടട ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഓട്ടട, നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള ഓട്ടടയാണ്. അത് ഓട്ടട എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് ഇതിന് നല്ല ഓട്ടകളുണ്ടാവും. അങ്ങനെ ഓട്ടകളൊക്കെ കണ്ടില്ല അതിന്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് നല്ല വെളുത്ത ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, ഇതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും ചായയിൽ മുക്കി കഴിക്കാൻ തന്നെ ഈ ഒരു ഓട്ടട എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു രസമാണല്ലോ. എല്ലാവർക്കും നമ്മൾ അധികം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് നല്ലോണം കഴിച്ചിട്ടുണ്ടാവും. ഇപ്പം പിന്നെ അധികം ആൾക്കാർ അങ്ങനെ ഒന്നും ഇത് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ ഓട്ടട ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂട്ടണേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ നല്ല വീഡിയോ ആയിട്ട് അടിപൊളി കുക്കിങ്ങോ അല്ലെങ്കിൽ വ്ളോഗോ ഏതെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.